കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അങ്ങനെ സുചിത്ര ഇഷിതയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. അങ്ങനെ മഹേഷിനെ ഇഷിത കാണുന്നു, മഹേഷിനോട് സംസാരിക്കുന്നു. അപ്പം മഹേഷ് പറയുന്നു, ഇത് നമ്മൾ എന്തായാലും വിചാരണ ചെയ്യപ്പെടും, നിൻ്റെ അമ്മ എന്തായാലും 101ലേക്ക് പോകും, ഇത് പ്രശ്നമാകും എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. എന്നിട്ട് ഇഷിതയോട് പറയും, പെട്ടെന്ന് തന്നെ നീ അമ്മയുടെ അടുത്തേക്ക് ചെല്ലേ, ഇല്ലെങ്കിൽ ഇത് പ്രശ്നം വഷളാകും എന്ന് പറയണം. ഇതേ സമയത്ത് പ്രിയാമണിയും മാഷും സുചിത്രയെല്ലാം കൂടി ഭയങ്കര കരച്ചിലും ബഹളവുമാണ്. തൻ്റെ മകൾ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ പ്രിയാമണി പറയുന്നു, ഞാൻ 101 പോട്ടെ, ആ സ്വപ്നവല്ലിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയണം എന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്പോൾ മാഷ് പറയുന്നു, ഒന്ന് അടങ്ങ് പ്രിയാമണി, എന്തായാലും അവളുടെ ഭാഗം കൂടെ നമ്മൾ കേൾക്കണം, അവൾ വരട്ടെ. എന്തായാലും സുചിത്രയോട് പറയുന്നത് എന്തായാലും ഇഷിതയോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു. അങ്ങനെ അവർ ഇഷിതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതേ സമയത്ത് മനസ്സിനയുടെ അവിടെയാണ് മാധവ് ലയാണ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് കാര്യം. ആ സമയത്ത് ആശു അങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അപ്പോൾ മനസ്സിനേക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, നീ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴത്തേനും ലയയും മാധവും വരും. അപ്പോൾ മാധവം വരുമ്പോൾ നമ്മുടെ ആശു ചോദിക്കുക എന്തായിരുന്നു. അപ്പോൾ പറയുന്നു, ട്രീറ്റ്മെൻറ്റ് പോസിറ്റീവായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയും. ആ സമയത്ത് ആശുവിനൊരു കോള് വരും. പെട്ടെന്ന് നമ്മുടെ മനസ്സിന് പറയും, നിൻ്റെ ചേച്ചി അനിയത്തി ആയിരിക്കും എന്ന് പറയും, അല്ല അമ്മയാന്ന് പറയും. അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ ഈ കാര്യങ്ങളാണ് പറയുന്നത്. പെട്ടെന്ന് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വരും. എന്നിട്ട് അവരോട് പറയും, എനിക്കിന്ന് വീട്ടിൽ പോകണം എന്ന് ചോദിക്കും. അപ്പോൾ അവർ ചോദിക്കും എന്താണെന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ നിൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒന്നും പറയത്തില്ല. അങ്ങനെ ആശുവും വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് മനസ്സിനെ ആലോചിക്കുകയാണ്, ഇതെന്താണെന്ന് അറിയാനുള്ള ആ രഹസ്യം കണ്ടെത്താൻ വേണ്ടി മനസ്സിനെ പല വഴികളും ആലോചിക്കുകയാണ്. പിന്നെ ഇഷിത അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ പ്രിയാമണി പൊട്ടിത്തെറിക്കുകയാണ്, ഞങ്ങളോട് എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തു, നീ ഒരിക്കലും കള്ളം പറയില്ല എന്നാണ് വിചാരിച്ചതെന്നൊക്കെ പറയും. അപ്പോൾ ഇഷിത പറയും, കള്ളം പറഞ്ഞതല്ല, ഞാൻ ഒരിക്കലും മഹേഷിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വേറൊരാളെ കല്യാണം കഴിക്കില്ലായിരുന്നു, എനിക്കതിന് കഴിയില്ല. കാരണം എനിക്ക് അമ്മയാകാനുള്ളൊരു കഴിവില്ല, അത് കല്യാണം കഴിച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണെന്ന് പറയും. മഹേഷിനൊരു മകളുണ്ട്, ആ മകൾ എൻ്റെ മകളായിട്ടാണ് ഞാൻ കാണുന്നതെന്നൊക്കെ പറയാം. അപ്പം പ്രിയാമണി പറയും, അല്ല, മഹേഷിൻ്റെ മകൾ മഹേഷിൻ്റെയും രജനിക്കും ഉണ്ടായ മകളാണ്, അല്ലാതെ നിനക്കുണ്ടായതല്ല. ഒന്നുകിൽ നീ മഹേഷിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം, അല്ലെങ്കിൽ നീ തിരിച്ചിവിടെ വരണമെന്ന് പറയും. അങ്ങനെ പ്രിയാമണി ഭയങ്കര കട്ടയ്ക്ക് പറയുകയാണ്. അപ്പം നമ്മുടെ പപ്പിമോളാണെങ്കിൽ ചിപ്പിമോളാണെങ്കിൽ അതിലേ ഇങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുഞ്ഞു മനസ്സ് വേദനിക്കുന്നൊക്കെയുണ്ട്. കുഞ്ഞിനോട് ആരും വലിയ ഇതൊന്നും കാണിക്കുന്നില്ല. ഇതേ സമയത്താണ് മഹേഷ് ആണെങ്കിൽ വീട്ടിലിങ്ങനെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് വീട്ടിലറിയുമെന്ന് മഹേഷിന് നന്നായിട്ട് അറിയാം. കാരണം ഇനിയുള്ള കാര്യം എന്തായിരിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ഇഷിത വിഷമിച്ച് അച്ഛൻ്റെ മടിയിലൊക്കെ കിടക്കുന്നതും പിന്നെ എല്ലാവരും ആശ്വസിപ്പിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു. എൻ്റെ ചാനലിൻ്റെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.